ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ ചെയ്യുന്നത്, എന്തിനാണ് കൺമണിയെ താൻ ഈ കമ്പനിയിൽ നിന്ന് പറഞ്ഞയക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ കാരണം എന്താണ്? അവളെ ഞാൻ അത്രമേൽ വെറുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അവളോട് പോവരുത്, അവൾ പോയാൽ ശൂന്യതയുണ്ടാവും എന്ന രീതിയിലൊക്കെ പറഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഏറ്റവും കൂടുതൽ അവൾ ഇവിടുന്ന് പോകണമെന്ന് ഞാനല്ലേ ആഗ്രഹിച്ചത്. കാരണം മാനസെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് അവളല്ലേ. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ എന്തുകൊണ്ട് ഞാൻ അവളെ പിടിച്ചു നിർത്തി? അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൃഷ്. കൺമണിയും ഇതേ സമയം തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ എന്തിനാ എന്നോട് ഇവിടുന്ന് പോവേണ്ട, ശൂന്യതയായിരിക്കും എന്നൊക്കെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനിവിടുന്ന് പോകാൻ കൃഷ് സാർ തന്നെയല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതോ എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കുമോ സാറിൻ്റെ ആ സംസാരത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതോ ഇനിയിപ്പോൾ വേറെ ആ കാരണമായിരിക്കും? അങ്ങനെ താലി തൊട്ട് പറയുന്നുണ്ട്. കൺമണി പിന്നെ ചിന്തിക്കുന്നുണ്ട്, താലിയോടൊന്നും വലിയ മഹത്വം ഇല്ലാത്ത ഒരാളാണ്, അത് ഊരിക്കളയാൻ എന്നോട് പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമണി. അതിനുശേഷം തന്നെ കൺമണിയുടെ അച്ഛനെയും അവരുടെ കൂട്ടുകാരെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ധനലക്ഷ്മിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു മരുമകളെ ചേട്ടന് എങ്ങനെ കിട്ടി, എവിടെ നിന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു, ഇതുപോലത്തെ ഒരു ലോക തോൽവിയാണ് അവൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ്, എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. അതറിഞ്ഞിട്ട് മനോജ് ഓടി വരുന്നുണ്ട്. വയ്യാതെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്, എന്താ അച്ഛാ പറ്റിയത്, എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട മോനെ, നമുക്ക് പിന്നെ പോവാം, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ലക്ഷ്മി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അച്ഛനോട് എങ്ങോട്ടും പോകണ്ട, ഇവിടെ ഇരിക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞാലൊന്നും ഇവർ കേൾക്കില്ലല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഇപ്പോൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് എന്നൊക്കെ. പക്ഷെ ലക്ഷ്മിയല്ലേ അച്ഛനോട് എപ്പോഴും ജോലിക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം തന്നെ പിന്നീട് ലക്ഷ്മിയും മനോജും കൂടി സംസാരിക്കുന്നുണ്ട്. നീ കുറേ കാര്യങ്ങൾ അഭിനയിച്ച് തകർക്കേണ്ട ലക്ഷ്മി, കാരണം എനിക്ക് ഇതിൻ്റെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നിനക്ക് അച്ഛൻ്റെ ഓപ്പറേഷൻ അടുത്ത് എന്നെ നടത്തണം, അതിന് കുറേ പൈസ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് ഉത്തരം മുട്ടുക കേട്ടോ. കാരണം ആ പൈസ എല്ലാം തന്നെ അവൾ പലിശയ്ക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്. അതെന്താ നീ അങ്ങനെ ചെയ്തത്? എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ എനിക്ക് കിട്ടിയിരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് തന്നെ കണക്ക് ചോദിക്കണം, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ ആകെ ആൾ മാറി, ഇപ്പോൾ കൺമണിയും അങ്ങനെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. നീ വാക്ക് മാറ്റാനൊന്നും നോക്കണ്ട, നീ ഇവിടെ എന്തൊക്കെ കാണിച്ചു വിടുന്നതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. നേരെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു രീതിക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത് എന്നൊക്കെ ലക്ഷ്മിയോട് പറയാം കേട്ടോ. അതിനുശേഷം തന്നെ അവർ രണ്ടുപേരും നല്ല വഴക്ക് കൂടുന്നുണ്ട്, അടിക്കാനൊക്കെ പോകുന്നുണ്ട് മനോജ്. കാരണം പൈസയുടെ കാര്യത്തിൽ ഒരു വാലും തുമ്പില്ലാതെയാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് കാണിക്കുന്നത് കൃഷിൻ്റെ വീട്ടിലാണ്. അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കൃഷ് അനിയത്തി വിളിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ഇന്ന് വലിയ സ്നേഹത്തോടുകൂടി അനിയത്തിക്കുട്ടി എന്ന് വിളിക്കുന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുന്നത്. എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോയുടെ ഐസ്ക്രീം നിനക്ക് തരാമെന്ന് പറയാം കേട്ടോ. അതെന്താണ് സാധനം? അത് ഐസ്ക്രീം തന്നെയാണ്. പക്ഷേ ആ കുട്ടിയെ ഒരുപാട് നേരം ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയം തന്നെ കൃഷിൻ്റെ അമ്മയും ആൻറ്റിയമ്മയും കൂടി പുറകിൽ വരുന്നത്. അതിനുശേഷം തന്നെ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ, ഇതാണ് മോളെ ഇവൻ്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം, എന്തായാലും കൃഷിൻ്റെ അമ്മ വാങ്ങിക്കണം. ഓ, ഇതിന് വേണ്ടിയിട്ടാണോ? ഇത് ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് കൊണ്ടുവന്നതാണ്, ഇതാർക്കും തരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അനിയത്തി പറയുന്നുണ്ട്, ഇതെൻ്റെ ഏട്ടൻ എനിക്ക് കൊണ്ടുവന്നതാണ്, ഇതൊന്നും ഷെയർ ആർക്കും തരില്ല എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണൻ്റെ അച്ഛനും വരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഇല്ലേ മോളെ, ഇതെൻ്റെ ഏട്ടൻ എനിക്ക് സ്വന്തമായി വാങ്ങി തന്നതാണെന്ന് പറയുന്നു. ഇങ്ങനെ സന്തോഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് ആൻറ്റിയും പറയുന്നുണ്ട്. എന്താ കാരണം മോനെ എന്ന് ചോദിക്കുമ്പോൾ, വെറുതെ ഞാൻ ഇവൾക്ക് ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ഇവളെയും കൊണ്ട് നിങ്ങൾക്ക് സിനിമയ്ക്കൊക്കെ ഒന്ന് പോകണം. സിനിമയ്ക്കാണെങ്കിൽ ഞങ്ങളെയും കൂടി കൂട്ടെന്ന് സാഗർ പറയുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തുകൂടെ ബീച്ചിൽ കൂടെ കറങ്ങി ഈ ഒരു സിനിമയൊക്കെ കണ്ട് ഒക്കെ വരാമെന്ന് പറയുന്നു. അങ്ങനെ അവരത് ഉറപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് ദേവിജി വിളിക്കുന്നത് സാഗറിനെ. സാഗർ നീ തിരക്കിലാണോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു ദേവിജി, എന്തെങ്കിലും കാരണമുണ്ടോ?
നിൻ്റെ ഈ സന്തോഷം കെടുത്തുന്നൊരു കാരണമുണ്ട്. അത് ഞാനിപ്പോൾ പറയണോ അതോ പിന്നീടാവാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ പറയൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. PR ഗ്രൂപ്പിൻ്റെ ഡിസൈൻ വളരെ നല്ല ഡിസൈനാണെന്ന് അവതരിപ്പിച്ച ആ ഡിസൈനേക്കാളും ഏറ്റവും മികച്ചതാണെന്ന് പറഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ തന്നെ അത് കൊണ്ടുപോകുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന സാഗർ അസ്വസ്ഥനാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൃഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഡൽഹി പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് തോന്നുന്നത്. കാരണം BR ഡിസൈൻസ് നല്ലൊരു ഡിസൈനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ അലികയേക്കാളും നല്ലതാണെന്നാണ് പറഞ്ഞു കേൾവി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർ തന്നെ ആ പ്രോജക്റ്റ് കൊണ്ടുപോകുമെന്ന് പറയാട്ടോ. അച്ഛൻ എന്തിനാണ് അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്? അപ്പോൾ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. അത് പോവുകയാണെങ്കിൽ പോട്ടെ സാഗർ, ഈ ഒരു കാര്യത്തിന് വേണ്ടി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പുറത്തുനിന്ന് സാഗറും അതുപോലെ തന്നെ കൃഷ്ണൻ കൂടി സംസാരിക്കുന്നു. അവരുടെ BR ഡിസൈൻസിൻ്റെ ലക്ഷ്യം വെറും ഡൽഹി പ്രോജക്റ്റ് മാത്രമല്ല, അത് അലികയ്ക്കാണ് നേരെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൃഷ്ണൻ എന്നൊക്കെ പറയുന്നു. അത് പോട്ടെ അച്ഛാ, വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് എന്തായാലും പുറത്ത് പോവാം. നീ എന്തായാലും അവരെയും കൊണ്ടിട്ട് പോകാൻ നോക്ക് കൃഷ്ണൻ എന്ന് പറയുന്നു. അത് വേണ്ട ഹാപ്പി, അച്ഛൻ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവരും ഒരിക്കലും തന്നെ ഒരു കാര്യത്തിലേക്കും വരില്ല. അച്ഛനും വായോ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ അവർ പോവുകയാണ്. അതിനുശേഷം തന്നെ കൺമണിയുടെ വീട്ടിൽ കാണിക്കുന്നു. മനോജ് നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് കേട്ടോ കൺമണിയുടെ അടുത്തേക്ക് വരുന്നത്. മോളെ എനിക്കൊരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞു കൺമണിയെ എടുത്തു പൊക്കുന്നുണ്ട്. എന്താ ഏട്ടാ എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടെന്ന് ചോദിക്കണം. അങ്ങനെ അച്ഛനും ധനലക്ഷ്മി വന്ന് നിൽക്കുന്നുണ്ട്. ധനലക്ഷ്മിക്കാണിത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അച്ഛന് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. മോളെ നീ തന്നിട്ടുള്ള ആ ഡിസൈൻ കാരണമാണ് ഏട്ടന് ശമ്പള വർധനയോടു കൂടി ഏട്ടൻ്റെ പ്രൊമോഷനായിരിക്കണം. ആ ഡിസൈൻ കാരണം ആണ് ഇതൊക്കെ സംഭവിച്ചത്. അത് നമ്പർ 1 ഡിസൈനായിട്ട് മാറാനായിട്ട് പോവുകയാണ്. അത് മോള് കാരണമാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ടെന്ന രീതിയിലൊക്കെ കൺമണിയോട് മനോജ് പറയട്ടോ. കൺമണിക്കാണെങ്കിൽ ഒരു വിഷമമുണ്ട്. ഞാൻ അലികയെ ചതിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ഡിസൈൻ മനോജിന് കൊടുത്തിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.